بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إن شاء الله ഇന്ന് വായിക്കുന്നത് അശ്ശിർക്കു ഫിൽ മഹബ്ബ. ഇന്നലെ ഖൗഫാണ് വായിച്ചത്, ഇന്ന് സ്നേഹത്തിലുള്ള ഷിർക്ക്. അൽ മഹബ്ബത്തു ഫി അസ്ലിഹ തൻഖസിമു ഇലാ സലാസത്തി അഖ്സാമിൻ. മഹബ്ബത്ത് എന്നുള്ളത് 3 രീതിയിലാണ്. ഒന്ന് മഹബ്ബത്തുൻ വാജിബ, നിർബന്ധ സ്നേഹം. വഹിയ മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുക, അത് ഒരു മുഅ്മിൻ്റെ മേൽ നിർബന്ധമാണ്. വ മഹബ്ബത്തു മാ യുഹിബ്ബുഹുല്ലാഹു തആല മിനൽ ഇബാദാത്തി വ ഗൈരിഹ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇബാദത്തുകൾ, അതല്ലാത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സ്നേഹിക്കലും ഇഷ്ടപ്പെടലും ഒരു മുഅ്മിൻ്റെ മേൽ വാജിബാണ്. അതാണ് മഹബ്ബത്തുൻ വാജിബ, നിർബന്ധമായ ഇഷ്ടം. രണ്ടാമത്തത് മഹബ്ബത്തുൻ തൊബീഇയ്യത്തുൻ മുബാഹത്തുൻ. തൊബീഇയായി പ്രകൃതിപരമായിട്ട് മനുഷ്യന് കിട്ടുന്ന ഒരു സ്നേഹം, ഒരു ഇഷ്ടം, അത് ഹലാലാണ്, അനുവദനീയമാണ്. ഏതുപോലെ ക മഹബ്ബത്തിൽ വാലിദി ലിവലദിഹി, ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്നത് പോലെ. വൽ ഇൻസാനി ലി സദീഖിഹി, ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനെ, ബന്ധുക്കളെ, അവരൊക്കെ സ്നേഹിക്കുന്നത് പോലെ. വലി മാലിഹി, ഒരാൾ തൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നത് പോലെ. വനഹ്വി ദാലിക, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? മഹബ്ബത്തുൻ മുബാഹ, ഹലാലായ സ്നേഹമാണ്. അത് തൊബീഇയായിട്ട് പ്രകൃതിപരമായിട്ട് മനുഷ്യന് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു സ്നേഹത്തിന്, ഈ ഒരു ഇഷ്ടത്തിന് ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. വയിഷ്തറതു ഫി ഹാദിഹിൽ മഹബ്ബത്തി അല്ലാ യസ്ഹബഹ ദില്ലുൻ വലാ ഖുദൂഉൻ വലാ തഅദീമുൻ. ആ സ്നേഹത്തിന് ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ടാകാൻ പാടില്ല? ആ സ്നേഹത്തിൻ്റെ കൂടെ ഒരു തഅദീം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോടുള്ള തഅദീം പോലത്തെ ഒരു ആദരവ്, ബഹുമാനം ഉണ്ടാകാൻ പാടില്ല. വലാ ഖുദൂഉ, അതുപോലെ തന്നെ കീഴൊതുങ്ങൽ. അപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം എന്താണ്? റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച്, പിന്നെ അവിടെ ഒരു ചോദ്യമില്ല, ഒന്ന് തിരുത്തി ചോദിക്കലില്ല, മറിച്ച് ചോദിക്കലില്ല. എന്താണോ പറയുന്നത് അത് ശിരസാ വഹിക്കുക, സഹാബാക്കൾ റസൂലിനെ സ്നേഹിച്ചതുപോലെ. അതാണ് റസൂലിനോടുള്ള മഹബ്ബത്ത്. അതേപോലെ മറ്റൊരാളുടെ ഉണ്ടാകാൻ പാടില്ല, കീഴൊതുക്കം ഉണ്ടാകാൻ പാടില്ല. ഫഇൻ സഹിബഹാ ദാലിക ഫഹിയ മിനൽ ഖിസ്മി സാലിസ്. ആ സ്നേഹത്തിൻ്റെ കൂടെ ഈ തഅദീം ഉണ്ടെങ്കിൽ, ഖുദൂ ഉണ്ടെങ്കിൽ, അത് മൂന്നാമത്തെ വിഭാഗമായിട്ട് മാറും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത മൂന്നാമത്തെ പറയും. വയിഷ്തറത്തു ഐദൻ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഷർത്തും കൂടി, അല്ലാ തസില ഇലാ ദറജത്തി മഹബ്ബത്തിഹി ലില്ലാഹി വ മഹബ്ബത്തിഹി ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വസ്തുക്കളോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആ ദറജയിൽ ഉയരുക. അതേപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മറ്റു കാര്യങ്ങളെ ഇഷ്ടപ്പെടുക. അല്ലെങ്കിൽ ഫഇൻ സാവത്ഹ ഔ സാദത് അലൈഹ ഫഹിയ മഹബ്ബത്തുൻ മുഹറമ. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ, ഇഷ്ടത്തെക്കാൾ മറ്റുള്ള വസ്തുക്കളെ ഇഷ്ടപ്പെടുക, ഹലാലായ വസ്തുക്കൾ, ഇഷ്ടപ്പെടാവുന്ന വസ്തുക്കളെ ഇഷ്ടപ്പെടുക. അല്ലെങ്കിൽ അള്ളാഹുവിനോട് സ്നേഹിക്കുന്നത് പോലെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ വസ്തുക്കളെയും ഇഷ്ടപ്പെടുക. അത് മഹബ്ബത്തുൻ മുഹറമ, അത് ഹറാമായി തീരും. ഇപ്പോൾ ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്നു, ഒരിക്കലും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ ആ നിലയിൽ ഉണ്ടാകാൻ പാടില്ല, അതിനേക്കാൾ ഉയരാനും പാടില്ല. എപ്പോഴാണ് ഇത് ഉയരുക? അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു, ആ മകനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കൽപ്പന നടപ്പാക്കാതെ പോയാൽ അത് അള്ളാഹുവിനേക്കാൾ ഇഷ്ടം വെക്കലാണ് ആ മകനോട്. സമ്പത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അത് അംഗീകരിക്കാൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, ആ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണം. അപ്പം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെക്കാൾ ഇഷ്ടം ആ സമ്പത്തിനോടായി. അതെന്താണ്? മഹബ്ബത്തുൽ മുഹറമ, ഹറാമായ ഇഷ്ടമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് പറഞ്ഞത്. എന്ത്?
ഖുൽ പ്രവാചകരങ്ങ് പറയുക, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കന്മാരാണെങ്കിൽ, വ അബ്നാഉക്കും നിങ്ങളുടെ മക്കളാണെങ്കിൽ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിൽ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വ അഷീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരാണ് അടുത്ത ആൾക്കാരാണെങ്കിൽ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങളിങ്ങനെ സ്വരൂപിച്ചു കൂട്ടി വെക്കുന്ന നിങ്ങളുടെ സമ്പത്താണെങ്കിൽ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, വ മസാകിനു തർലൗനഹ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളാണെങ്കിൽ, അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ, മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ, വ റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ, വ ജിഹാദിൻ ഫി സബീലിഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഈ പറയപ്പെട്ട വസ്തുക്കളാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെങ്കിൽ, അത് എപ്പോഴാണ് പ്രിയപ്പെട്ടതാവുക? ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾക്ക് മുമ്പ് അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നാൽ ആ കൽപ്പനയെ മാറ്റിവെക്കുക, ഇതിന് മുൻതൂക്കം നൽകുക. അപ്പോഴാണ് ആ സ്നേഹം അങ്ങോട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ ഫതറബ്ബസു നിങ്ങൾ കാത്തിരിക്കുക, ഹത്താ യഅതി അല്ലാഹു ബി അംരി അള്ളാഹു അവൻ്റെ തീരുമാനമായിട്ട് വരുന്നതിന് നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ഫാസിഖീങ്ങളായ ജനതക്ക് അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. ഇതാണ്. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു വസ്തുവിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനേക്കാൾ ഇഷ്ടം നമുക്ക് ആ വസ്തുവിനോടാണ്. അള്ളാഹിൻ്റെ കൽപ്പന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനേക്കാളും അള്ളാഹിൻ്റെ റസൂലിനേക്കാളും നമുക്കിഷ്ടം ഈ വസ്തുക്കളോടാണ്. അത് ഹറാമായ സ്നേഹമാണ്. മൂന്നാമത്തത് മഹബ്ബത്തുൻ ഷിർക്കിയ, ഷിർക്കുള്ള മഹബ്ബത്ത്. എന്താണ്? വഹിയ അൻ യുഹിബ്ബ മഖ്ലൂഖൻ ഒരു മഖ്ലൂഖായ ഒരാളെ ഇഷ്ടപ്പെടുക. മഹബ്ബത്തൻ മുഖ്തരിനത്തൻ ബിൽ ഖുദൂഇ വത്തഅദീം തഅദീമോടുകൂടിയുള്ള കീഴൊതുങ്ങലോടുകൂടിയുള്ള ഇഷ്ടം. വഹാദിഹി മഹബ്ബത്തുൽ ഉബൂദിയ അതാണ് ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന മഹബ്ബത്ത്. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. അല്ലത്തി ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാഹ് അതെങ്ങനത്തെ മഹബ്ബത്താണ്? അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരിക്കലും ആ രീതിയിൽ മഹബ്ബത്ത് പറ്റൂല. ഫമൻ സറഫഹാ ലിഗൈരിഹി ഫഖദ് വഖഅ ഫി ശിർക്കിൽ അക്ബർ ആരെങ്കിലും അള്ളാഹുവിനോട് കാണിക്കേണ്ട ആ ഇഷ്ടം മറ്റേത് മഖ്ലൂഖിനോട് കാണിച്ചാലും അതെവിടത്തേക്ക് എത്തി? ഷിർക്കുൽ അക്ബറിലേക്ക് എത്തി. ഖാല അല്ലാഹു തആല വമിനൻ നാസി ജനങ്ങൾ ചില ആൾക്കാരുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുന്നവർ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും ഇവർ സ്നേഹിക്കുന്നു. അത് ശിർക്കാണ്. അടുത്തത് അശ്ശിർക്കു ഫിർ റജാ പ്രതീക്ഷയിലുള്ള ഷിർക്ക്. അതെന്താണ്? വഹുവ അൻ യർജു മിൻ മഖ്ലൂഖിൻ മഖ്ലൂഖായ ഒരു വസ്തുവിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കലാണ്. മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ഒരു മഖ്ലൂഖായ വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ശക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിച്ചാൽ അത് റജായിലുള്ള ഷിർക്കാണ്. റജാ അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി പ്രതീക്ഷ ആരോടാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. ഇപ്പം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ഹിദായത്ത്, അതുപോലെ തന്നെ സ്വർഗപ്രവേശനം, നരകപ്രവേശനം, രോഗം ശിഫാക്കുക, അതൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ആണാണോ പെണ്ണാണോ തീരുമാനിക്കുക, അത് അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും ഒരാൾ പ്രതീക്ഷിച്ചാൽ അശ്ശിർക്കു ഫിർ റജാ റജായിലുള്ള ഷിർക്കാണത്. ഏതുപോലെ കമൻ യർജു മിൻ മഖ്ലൂഖിൻ ഒരു മഖ്ലൂഖിൽ നിന്നും ഒരാൾ പ്രതീക്ഷിക്കുന്നത് പോലെ അൻ യർസുഖഹു വലദ ഒരു കുട്ടിയെ തരുമെന്ന്. ഇപ്പോൾ നോക്കിയേ, ജാലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുട്ടിയെ ചോദിക്കുന്നവർ, അതിനെ പ്രതീക്ഷിക്കുന്നവർ എത്ര വലിയ അപകടത്തിലാണ്, ഷിർക്കാണത്. അതുപോലെ തന്നെ യർജു മിൻഹു അൻ യശ്ഫിയഹു ബി ഇറാദതിഹി വ ഖുദ്റതിഹി ഒരു മഖ്ലൂഖിൽ നിന്നും അവൻ്റെ ഇറാദത്ത് കൊണ്ടും അവൻ്റെ ഉദ്ദേശത്തോടു കൂടിയും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷിക്കുക. ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് ആ ശിഫ കിട്ടും, ആ രോഗശമനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഷിർക്കാണ്. ഫഹാദ മിന ഷിർക്കിൽ അക്ബരി
അൽ മുഖ്രിജ് മിനൽ മില്ല, മില്ലത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന ഷിർക്കുൽ അക്ബറാണ് ഇതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാൻ നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.